ഹായ് എവരിവൺ. ഒരു കുട്ടി ഉണ്ടാവുക ബയോളജിക്കലാണ്, അതുപോലെ തന്നെ എഫക്റ്റീവ് പേരൻറ്റിങ് സൈക്കോളജിക്കലും. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി എന്നതിനർത്ഥം നിങ്ങൾ സൈക്കോളജിക്കലിയും മെൻ്റലിയും പ്രാക്ടിക്കലിയും ആ കുട്ടീനെ വളർത്താൻ റെഡിയായി എന്നല്ല. ബിഹൈൻഡ് എവറി ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ് ചൈൽഡ് ദർ ഇസ് എ ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ് പേരൻറ്റ്. ഒരുപാട് സ്കിൽസുകൾ വേണ്ട ഒരു ജോബ് റോളാണ് പേരൻറ്റിങ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ പേരൻസിനും വേണ്ട 4 ഫൗണ്ടേഷൻ സ്കിൽസിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ സ്കില്ലാണ് സെൽഫ് അവെയർനെസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ട്രോമയെ കുറിച്ചിട്ടും ഒക്കെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇതിനെക്കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ, നിങ്ങൾക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രോമാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽഡും ആയിരിക്കണം. കാരണം നിങ്ങളുടെ ട്രോമാസ് ഒക്കെ ഹീൽഡ് ആകാതെയും നിങ്ങളുടെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കുട്ടിയിലോട്ട് പാസ്സാകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. രണ്ടാമത്തെ സ്കില്ലാണ് എമോഷണൽ റെഗുലേഷൻ സ്കിൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി കുറച്ച് ബിഗ് ഇമോഷൻസ് ആയ വിഷമം, സങ്കടം, അതുപോലെ തന്നെ ദേഷ്യം. കാരണം നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ കുട്ടിയുടെ നെർവസ് സിസ്റ്റം ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ സ്കില്ലാണ് പേഷ്യൻസ്. ഒരു കാര്യം നിങ്ങളുടെ കുട്ടിയോട് 100 തവണ പറഞ്ഞാലായിരിക്കും അവനത് മനസ്സിലാകുന്നത്. ഈ 100ാമത്തെ തവണ പറയുമ്പോഴും നിങ്ങൾക്ക് ആദ്യത്തെ തവണ പറഞ്ഞ പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നാലാമത്തേതായിട്ട് എംപതി. നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ അവൻ്റെ കണ്ണിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ടോ? അവൻ്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അവൻ അല്ലെങ്കിൽ അവൾ ദേഷ്യക്കാരനും ശാഠ്യക്കാരനും പറഞ്ഞാൽ കേൾക്കാത്തതും അടങ്ങിയിരിക്കാത്തതും ഒക്കെ ആയിട്ട് മാറുന്നത്. ഈ സ്കിൽസൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന സ്കിൽസ് അല്ല. ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടത് ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടു ലേൺ ആൻഡ് ഗ്രോ ആണ് വേണ്ടത്. താങ്ക് യു.